അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർശിദാ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وأتم علينا النعمة بأعظم دين شرع وجعلنا بهذا الدين خير أمة أخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله وأشهد أن سيدنا وحبيبنا وأسوتنا وقدوتنا محمدا عبد الله ورسوله بلغ الرسالة وأدى الأمانة ونصح للأمة وكشف الغمة وجاهد في سبيل الله حق جهاده أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا عباد الله أوصيكم وإياي بتقوى الله. ألا إن التقوى أولى ما أمر به الله المؤمنين. قال الله سبحانه وتعالى في قرآنه المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പരിഗണിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഒന്നാമതായി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ നല്ലവരായ മുത്തഖികളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാൻ പോരാട്ടത്തിൻ്റെ മാസമാണ്. പോരാട്ടങ്ങളുടെ റമളാൻ എന്ന് നമുക്ക് ഉറപ്പായും വിളിക്കാം. ഒന്ന്, നമ്മൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടമാണ്. ജിഹാദുൻ നഫ്സ്, ജിഹാദു ശൈത്താൻ എന്നൊക്കെ പറയുന്ന ഈ പോരാട്ടങ്ങൾ. രണ്ടാമത്തെ വിഭാഗം പോരാട്ടമെന്ന് പറയുന്നത് ജിഹാദുൽ അദുവ്, ശത്രുവിനെതിരെയുള്ള ശാരീരികമായ പോരാട്ടമാണ്. ഈ രണ്ട് പോരാട്ടത്തിൻ്റെയും മാസമാണ് പരിശുദ്ധ റമളാൻ. പിശാചിനെതിരെയുള്ള പോരാട്ടമാണ് സത്യവിശ്വാസിയുടെ ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന ഒരു ശത്രുവാണ് ചെകുത്താൻ. പ്രത്യക്ഷ ശത്രു എന്ന് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചിട്ടുള്ളത്. അദുവ്വും മുബീൻ, വ്യക്തമായ ശത്രു. പിശാചിനോടുള്ള പോരാട്ടം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കെ റമളാൻ നമുക്ക് വന്ന് കിട്ടുമ്പോൾ ഈ പോരാട്ടം നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാക്കി തരികയാണ് അല്ലാഹു. വസുഫിദത്തി ശയാത്തീൻ, റമളാൻ വന്നാൽ ചെകുത്താന്മാരെ നിങ്ങൾക്ക് എളുപ്പം കീഴ്പ്പെടുത്താം. അവരെ അല്ലാഹു നിങ്ങൾക്ക് കെട്ടിയിട്ട് തന്നിരിക്കുന്നു എന്നാണ് ഹദീസുകളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറ 208 ആയത്തിൽ
സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കണം കേട്ടോ. വലാ തത്തബിഉ ഖുതുവാത്തിശ് ശൈത്താൻ, ചെകുത്താൻ്റെ കാലടികൾ നിങ്ങൾ പിന്തുടരരുത്, ചെകുത്താൻ്റെ പിന്നാലെ പോകരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, തീർച്ചയായും അവൻ നിങ്ങൾക്ക് വ്യക്തമായ പ്രത്യക്ഷ ശത്രുവാണ്. പിശാച് നമ്മെ പലതരത്തിൽ ഉപദ്രവിച്ചു കൊണ്ടിരിക്കും. ശാരീരികമായ ഉപദ്രവമല്ല, നമ്മുടെ മനസ്സിലിങ്ങനെ ചീത്ത ചിന്തകൾ, വികാരങ്ങൾ, ഇതൊക്കെ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ സൂറത്തുന്നാസ് നമ്മൾ അള്ളാഹുവിനോട് അഭയം തേടുന്നത്, ശരണം തേടുന്നത്. പടച്ചവനെ, ഞങ്ങൾക്ക് നീ അഭയം തരണം. ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ റബ്ബായ അള്ളാഹുവിനോട് അഭയം തേടിക്കൊണ്ട് നമ്മൾ പറയുന്നത് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ്. പടച്ചവനെ, ഞങ്ങൾക്ക് ചുറ്റും ചെകുത്താന്മാരുടെ കൂട്ടമാണ്. അതിൽ ജിന്നുകളുണ്ട്, മനുഷ്യന്മാരുണ്ട്. ഞങ്ങളെ വഴിപിഴപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ പരിസരത്ത് നിന്ന് മനുഷ്യരും ജിന്നുകളിലും പെട്ട ചെകുത്താന്മാർ ഞങ്ങളെ നിരന്തരമായി ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്കെതിരെ പോരാടാനുള്ള കരുത്ത് നീ ഞങ്ങൾക്ക് നൽകണമേ. അവരുടെ വസ്വാസിൽ നിന്ന്, നിരന്തരം ഞങ്ങളെ വന്നിങ്ങനെ തിന്മക്ക് വേണ്ടി ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചെകുത്താന്മാരിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഇതാണ് നമ്മൾ അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥന. നിരന്തരം പിശാച് നമ്മെ പ്രലോഭിപ്പിച്ചു കൊണ്ടിരിക്കും. അത് പിശാച് ചോദിച്ചു വാങ്ങിയതാണ്. അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചപ്പോൾ ഇബ്ലീസ് പറഞ്ഞത് സൂറത്തുൽ അഅറാഫ് 16-ാമത്തെ ആയത്തിൽ അള്ളാഹു എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഖാല ഫബിമാ അഗ്വൈതനീ ലഅഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം. സിറാത്തുൽ മുസ്തഖീമിലാണ് നമ്മൾ എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ചെകുത്താനിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സ്ഥലമാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. ചെകുത്താൻ പറഞ്ഞു ഫബിമാ അഗ്വൈതനീ, ചെകുത്താൻ്റെ മുട്ട് ന്യായം, ഇബ്ലീസിൻ്റെ ന്യായീകരണം, പടച്ചവന് നീയാണ് എന്നെ പഴപ്പിച്ചത്, അതുകൊണ്ട് ലഅഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം. അവർ നിന്നോട് നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ആ സിറാത്തുൽ മുസ്തഖീമിൽ തന്നെ അവരെ കാത്ത് അവരെ വഴിപിഴപ്പിക്കാൻ ഞാൻ ടെൻ്റ് കെട്ടി താമസിക്കും. ലഅഖുദന്ന ലഹും, അവർക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. ഇപ്പം പിശാച് നമ്മൾ സിറാത്തുൽ മുസ്തഖീമിലാണെങ്കിലും നമ്മെ വഴിപിഴപ്പിക്കാൻ വരും. അത് പിശാചിന് അള്ളാഹു കൊടുത്ത സ്വാധീനമാണ്, സ്വാതന്ത്ര്യമാണ്. സ്വർഗത്തിലായിരുന്നല്ലോ പിശാചിൻ്റെ ആദ്യത്തെ ആക്രമണം. അതും ആദ്യ മനുഷ്യനും ആദ്യ പ്രവാചകനുമായ ആദം നബി അലൈഹിസ്സലാമിനോട്. വഖുൽനാ യാ ആദമു ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. അല്ലാഹു ആദം നബിയോടും ഹവ്വാ ബീവിയോടും പറഞ്ഞതായിരുന്നുവല്ലോ, ഇവിടെ സുഭിക്ഷമായി നിങ്ങൾ കഴിഞ്ഞോളൂ, പക്ഷെ വലാ തഖറബാ ഹാദിഹി ശജറ, ഇങ്ങോട്ടടുക്കരുത്, ഈ മരത്തോടടുക്കരുത്. അങ്ങനെ നിങ്ങൾ അടുത്താൽ നിങ്ങൾ അക്രമികളായി പോകും. പക്ഷെ പിശാച് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ട് അവരെ പ്രലോഭിപ്പിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയോട് നിരന്തരം താക്കീത് ചെയ്തിരുന്നു. ഫഖുൽനാ യാ ആദം ഇന്ന ഹാദാ അദുവ്വുൻ ലക് വലിസൗജിക്. ആദമേ, ഇവൻ നിന്റെയും നിന്റെ ഇണയുടെയും ശത്രുവാണ്. ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്നതി ഫതഷ്ഖാ.
അവൻ്റെ കെണിയിൽ, അവൻ്റെ വാക്കിൽ, അവൻ്റെ മധുര പ്രലോഭനങ്ങളിൽ വീണു പോകരുത്. അങ്ങനെ അവൻ നിങ്ങളെ രണ്ടുപേരെയും ഈ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കും. നിങ്ങൾ ദൗർഭാഗ്യവാന്മാരായി മാറും. ബി കെയർഫുൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയോടും ഇണയോടും പറഞ്ഞിരുന്നു. പക്ഷേ ഫവസ്വസ ഇലൈഹി ശൈത്വാൻ, വസ്വസ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ വന്നും പോയും ഇങ്ങനെ വസ്വാസ് ഉണ്ടാക്കുക എന്നാണ്. ഒരിക്കൽ, 2 തവണ, 3 തവണ, ഇനി ഇവനെ കിട്ടില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കില്ല ചെകുത്താൻ. പിന്നെയും 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 വന്നുകൊണ്ടിരിക്കും. ഇതാണ് വസ്വാസ്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ഇങ്ങനെ നിരന്തരം വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ചെകുത്താൻ്റെ ഉപദ്രവമുണ്ടല്ലോ, അതവിടെ സ്വർഗത്തിൽ. ഫവസ്വസ ഇലൈഹി ശൈത്താൻ ഖാല, എന്നിട്ട് ചെകുത്താൻ വന്നിട്ട് പറഞ്ഞു, യാ ആദം, ആദമേ, ഹൽ അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദി വ മുൽക്കിൻ ലാ യബ്ലാ. ഒരു മരമുണ്ട്, ആ മരത്തിൻ്റെ പഴം കഴിച്ചാൽ നിനക്ക് ശാശ്വതനാകാം, അധികാരം ലഭിക്കും. ഇങ്ങനെ പറഞ്ഞ് 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 പിശാചിൻ്റെ ഈ കെണിയിൽ ആദം നബി വീണു, പത്നി ഹവ്വാ ബീവി വീണു. ആ കെണിയിൽ അവർ പെട്ടു. അത് പിശാചിൻ്റെ തന്ത്രമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ പിശാചിൻ്റെ കെണിയിൽ വീഴരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ്. പിശാച് മനുഷ്യനെ താന്തോന്നിയാക്കും, നോമ്പ് മനുഷ്യനെ മുത്തഖിയാക്കും. താന്തോന്നിയിൽ നിന്ന് മുത്തഖിയിലേക്കുള്ള യാത്രയാണല്ലോ നോമ്പ്. പിശാച് നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ നിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചോ, നിനക്കത് കഴിക്കാൻ, അത് തിന്നാൻ. അങ്ങനെയാണല്ലോ ആദം നബിയോട്, അതെന്ത് രസമുള്ള പഴമാണ്, ആ പഴം കഴിച്ചാൽ എന്താ കുഴപ്പം? ഇങ്ങനെ മനുഷ്യനോട്, അവനോട് നിരന്തരം വന്നുകൊണ്ട് പിശാച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് ചെയ്താൽ എന്താണ് കുഴപ്പം, അത് കഴിച്ചാൽ എന്താണ് കുഴപ്പം, ഇങ്ങനെ ചെയ്താൽ എന്താണ് കുഴപ്പം, അതിലൊന്നും വലിയ പ്രശ്നമില്ല എന്നിങ്ങനെ നിരന്തരം വന്നുകൊണ്ട് പറയും. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വാ. ചെകുത്താൻ നിങ്ങളുടെ ശത്രുവാണ്, നിങ്ങൾ അവനെ ശത്രുവായിട്ട് തന്നെ കണക്കാക്കണം, പരിഗണിക്കണം. ഈ ശത്രുവിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിശാചിനെതിരെയുള്ള സമരമാകട്ടെ നമ്മുടെ റമളാൻ. റമളാനിൽ നടന്ന മറ്റൊരു പോരാട്ടമാണ് ബദർ. അന്ന് ബദറിൽ നബിയും സഹാബത്തും വിജയിച്ചതുകൊണ്ടാണ് നമ്മളിന്ന് മുഅ്മിനുകളായി, മുസ്ലിങ്ങളായി ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത്. അന്ന് അവരെങ്ങാനും പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ നമുക്ക് അഭിമാനത്തോടുകൂടി ഇസ്ലാമിൻ്റെ പേരിൽ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൻ്റെ തലേന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ കേണപേക്ഷിച്ചത്, അല്ലാഹുമ്മ ഇൻ തുഹ്ലക് ഹാദിഹിൽ ഇസാബത്തുൽ യൗം ലാ തുഅബദ്. ഈ കൊച്ചു സംഘം ഇന്ന് നശിപ്പിക്കപ്പെട്ടാൽ പിന്നെ നിന്നെ ആരാധിക്കാൻ ആരുമുണ്ടാവില്ല, നിനക്ക് കീഴ്പ്പെട്ട് ജീവിക്കാൻ പിന്നെ ആരുമുണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുചരന്മാരെയും വിജയിപ്പിച്ചു. വലഖദ് നസറക്കുമുല്ലാഹു ബിബദർ. തീർച്ചയായും അള്ളാഹു നിങ്ങളെ ബദറിൽ സഹായിച്ചിട്ടുണ്ട്. വഅൻതും അദില്ല. നിങ്ങൾ വളരെ ദുർബലരായിരുന്നു, കുറച്ചാളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതൊരാളും നോക്കുമ്പോൾ നിങ്ങൾ തകർത്ത് തരിപ്പണമാക്കപ്പെടാൻ മാത്രം ദുർബലമായിരുന്നു. ഒരിക്കലും നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ വലഖദ് നസറക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സഹായിച്ചു, അങ്ങനെ നിങ്ങൾ വിജയിച്ചു. ഫത്തഖുല്ലാഹ ലഅല്ലക്കും തഷ്കുറൂൻ. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക, നിങ്ങൾ അങ്ങനെ നന്ദിയുള്ളവരാകാം. റമളാൻ, ഖുർആൻ, ബദർ, ഇത് മൂന്നും പരസ്പരം ബന്ധപ്പെട്ടതാണ്. റമളാനിലാണ്
പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് എന്ന് നമുക്കറിയാം. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസിലത് ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഖുർആൻ ഹുദൽ ലിന്നാസാണ്, വബയ്യിനാത്തിൻ മിനൽ ഹുദയാണ്, വൽ ഫുർഖാൻ, ഖുർആൻ ഫുർഖാനാണ്. ബദ്ർ നടന്ന ദിവസമോ? ബദ്ർ നടന്ന ദിവസം യൗമുൽ ഫുർഖാനാണ്, ഫുർഖാനിൻ്റെ ദിവസമാണ്. യൗമൽ ഫുർഖാനി യൗമൽ തഖൽ ജംആൻ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. സൂറത്തുൽ അംഫാൽ ബദ്റിനെ വിശകലനം ചെയ്തുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ് സൂറത്തുൽ അംഫാൽ. അംഫാലിലെ 41-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു യൗമൽ ഫുർഖാൻ യൗമൽ തഖൽ ജംആൻ. ഈ രണ്ട് സംഘവും ഏറ്റുമുട്ടിയ ആ വിധി നിർണായകമായ ദിവസം, സത്യമേത് അസത്യമേത് എന്ന് തിരിച്ചറിയുന്ന ദിവസം, അതാണ് യൗമുൽ ഫുർഖാൻ. ഖുർആൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും സത്യമേത് അസത്യമേത് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഖുർആനിൻ്റെ വെളിച്ചത്തിൽ പിടിച്ചു നോക്കിയാൽ മതി. സത്യമേത് അസത്യമേത് എന്ന് തിരിച്ചറിയുന്ന യുദ്ധമായിരുന്നു ബദർ യുദ്ധം. അവിടെ സത്യം വിജയിച്ചു. സത്യം ആരുടെ പക്ഷത്താണ് എന്ന് വളരെ വ്യക്തമായി. സത്യം സത്യവിശ്വാസികളുടെ പക്ഷത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ബദർ ലോകത്തുടനീളമുള്ള സകല പോരാളികളുടെയും പ്രചോദനമാണ്. ഞങ്ങൾ ചെറുതാണ്, ഞങ്ങൾ എണ്ണത്തിൽ കുറവാണ്, ഞങ്ങളുടെ കയ്യിൽ ആയുധമില്ല, ഇതൊന്നും സത്യവിശ്വാസികളെ പോരാട്ടത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ലോകത്തുടനീളമുള്ള നിഷേധത്തിനെതിരെ, അധിനിവേശത്തിനെതിരെ, ധിക്കാരത്തിനെതിരെയുള്ള പോരാളികളുടെ നിത്യപ്രചോദനമാണ് ബദർ. കം മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅത്തൻ കസീറതൻ ബിഇദ്നില്ലാഹ്. അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി എത്രയെത്ര ചെറിയ ചെറിയ സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ വരച്ച വരയിൽ നിർത്തിയിട്ടുള്ളത്. കാഴ്ചയിൽ ഇവർ എണ്ണം കുറവാണ്, മറ്റവരുടെ കയ്യിൽ സകല ആയുധങ്ങളുമുണ്ട്, എല്ലാവിധ സന്നാഹങ്ങളുമുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ ഈ ചെറിയ ചെറിയ സംഘങ്ങൾ ആ വലിയ വലിയ സംഘങ്ങളെ അതിജയിച്ച ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറ 249-ാമത്തെ ആയത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദാവൂദ് അലൈഹിസ്സലാം ജാലൂത്തിനെ കൊന്ന പശ്ചാത്തലത്തിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണത്. സഹോദരന്മാരെ, മാനസികവും ശാരീരികവുമായ പോരാട്ടത്തിന് പ്രചോദനം നൽകുന്ന മാസമാണ് റമളാൻ. പിശാചിനെതിരെ ശക്തി സംഭരിച്ചുകൊണ്ട്, നമ്മളുടെ ഇച്ഛകൾക്കെതിരെ, നമ്മളുടെ ചീത്ത താല്പര്യങ്ങൾക്കെതിരെ നമ്മളുടെ മനസ്സ് കരുത്ത് നേടുന്ന മാസമാണ് റമളാൻ. അതോടൊപ്പം തന്നെ ശത്രുക്കൾക്കെതിരെ ശാരീരികമായ പോരാട്ടത്തിന് പ്രചോദനം നൽകുന്ന മാസവുമാണ് പരിശുദ്ധ റമളാൻ. ഈ റമളാനിലെ ഈ രണ്ട് പാഠവും, പോരാട്ടത്തിൻ്റെ ഈ പാഠങ്ങളെല്ലാം ജിഹാദുൻ നഫ്സ്, ജിഹാദു ശൈത്താൻ, ജിഹാദുൽ അദുവ്, സ്വന്തത്തിനെതിരെയുള്ള പോരാട്ടം, പിശാചിനെതിരെയുള്ള പോരാട്ടം, ശത്രുവിനെതിരെയുള്ള പോരാട്ടം, ഈ എല്ലാ പോരാട്ടങ്ങളും കൂടിച്ചേർന്നതാണ് റമളാൻ എന്ന് മനസ്സിലാക്കി ആ പോരാട്ടം അതിൻ്റെ ശരിയായ അർത്ഥത്തിലെടുത്ത് ഈ തിന്മയുടെ ശത്രുക്കളോട് പോരാടി വിജയിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ യഥാർത്ഥ പോരാളികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.